Motional EMF. എക്സാമിന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണ് നമ്മുടെ മോഷണൽ EMF എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ മോഷണൽ EMF കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പം നമുക്കറിയാം നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യം എന്ന് പറയുന്നത് ഫാരഡേസ് ലോ പഠിച്ചു അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ, ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അല്ലേ, ഒരു കോയിൽ ലിങ്ക് ചെയ്തുകൊണ്ട് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫ്ലക്സിനെ നമ്മൾ ചേഞ്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്തത്? മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യാം, ഏരിയ ചേഞ്ച് ചെയ്യാം ആൻഡ് തീറ്റ ചേഞ്ച് ചെയ്യാം. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ലെൻസ് ലോ ഒക്കെ അല്ലേ, ലെൻസ് ലോ പഠിച്ച സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ മോഷണൽ EMF എന്ന് പറയുന്ന കേസിൽ നമ്മളിവിടെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അല്ല. ആരെയാണ് ചേഞ്ച് ചെയ്യുന്നത്? ഏരിയ ഓഫ് ദ കോയിലാണ് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ ഏരിയ ഓഫ് ദ കോയിൽ ചേഞ്ച് സംഭവിക്കുമ്പോൾ അവിടെ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു EMF ഉണ്ടാവുന്നു. ആ EMFനെയാണ് നമ്മൾ മോഷണൽ EMF എന്ന് പറയുന്നത്. ആ മോഷണൽ EMFൻ്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. സോ അതിനാദ്യം നമുക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്താണ് മോഷണൽ EMF എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ EMF ഇൻഡ്യൂസ്ഡ് അക്രോസ് എ കണ്ടക്ടർ വെൻ ഇറ്റ് മൂവ്സ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു കണ്ടക്ടർ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു EMF ഉണ്ടാവുന്നു. ആ EMFന് കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ഏരിയ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ആ EMFനെയാണ് നമ്മൾ മോഷണൽ EMF എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെറിവേഷൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ദാ ഇവിടെ മിസ് മാഗ്നറ്റിക് ഫീൽഡ് വരച്ചിട്ടുണ്ട്. സോ ഈ ഒരു ക്രോസ് ആണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദിസ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എവിടേക്കാണ്? ഇൻവേർഡ്സ് ആണ് അല്ലേ മക്കളെ. അപ്പോൾ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഉള്ളിലേക്കാണ്. ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു കോയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോയിലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു റെക്റ്റാങ്കുലർ കോയിലാണ് എടുക്കുന്നത്. അപ്പോൾ റെക്റ്റാങ്കുലർ കോയിൽ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് 3 ആൾക്കാരെ വൈറ്റ് കളറിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഈ 3 വൈറ്റ് കളർ സൈഡുകൾ എന്ന് പറയുന്നത് ഈ കോയിലിൻ്റെ അല്ലെ കോപ്പർ വയറിന് ഇതേപോലെ ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ എടുത്തിരിക്കുകയാണ്. അപ്പം ഈ 3 ആൾക്കാരും ഫിക്സ്ഡ് ആണ്, ചേഞ്ച് ഇല്ല. ഓക്കെ, ആൻഡ് ഈ മഞ്ഞ കളറിൽ കാണുന്ന ഇദ്ദേഹത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചേഞ്ചാണ് ഉണ്ടാവുക? ഈ ഏരിയയ്ക്ക് ചേഞ്ച് ഉണ്ടാവും അല്ലേ മക്കളെ. അപ്പോൾ ഈ ഒരു സാധനത്തിനെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ചേഞ്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കാം. പിടിച്ചോ, നോക്കൂ. ഈ സാധനത്തിനെ പിടിച്ചിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്ര ഏരിയയേ ഉള്ളൂ അല്ലേ. നേരത്തെ ആണെങ്കിൽ ഇത്രയും ഏരിയ ഉണ്ടായിരുന്നു. ആൻഡ് ഇതിനെ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഏരിയയിൽ എന്തുണ്ടാവുന്നു? ചേഞ്ച് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ലെങ്ത്തിന്, ഈ കോപ്പർ അല്ല ഈ ഒരു നമ്മുടെ ലൂപ്പിൻ്റെ ഈ ഒരു ലെങ്ത്തിന് ഞാൻ L ആയിട്ടാണ് എടുക്കുന്നത്. എന്താണ് മക്കളെ? L ആണ്. ആൻഡ് ഈ ഒരു കണ്ടക്ടറിനെ ഞാൻ മൂവ് ചെയ്യിപ്പിക്കുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് V ആണ്. ഓക്കെ, V വെലോസിറ്റിയിലാണ് ഈ കണ്ടക്ടറിനെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുക. സോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു DT ടൈം കഴിഞ്ഞപ്പോൾ ഓക്കെ ഞാൻ എന്ത് ചെയ്തു? ഒരു DT ടൈമിലേക്ക് ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്തു. അപ്പോൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് V വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ ഇവിടേക്ക് എത്തിയെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനത്തിനെ ഞാൻ മൂവ് ചെയ്യിപ്പിച്ച് ഇവിടെ എത്തിച്ചു. അപ്പോൾ ഇത് ഡിസ്റ്റൻസ് പോയത് ഒരു dx ഡിസ്റ്റൻസ് ആണ് കംപ്ലീറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു DT ടൈമിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു കണ്ടക്ടറിനെ V വെലോസിറ്റിയിൽ മൂവ് ചെയ്യിപ്പിച്ചിട്ട് ഇവിടേക്ക് എത്തിച്ചു. അപ്പോൾ എത്ര ഡിസ്റ്റൻസാണ് പോയത്? dx ഡിസ്റ്റൻസ് ആണ് പോയത്. നിങ്ങൾക്കറിയാം ഇത് പോകുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് V ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫ്ലക്സ് ഒന്ന് എഴുതി നോക്കിയാലോ. എന്താ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദാറ്റ് ഈസ് BA cos തീറ്റയാണ്. ഇനി ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം ഏരിയയുടെയും അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇടയിലുള്ള എന്താണ്? ആംഗിളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരാളുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങോട്ടാ? ഉള്ളിലോട്ടേക്കാണ്. അതേപോലെ ഇതിൻ്റെ ഏരിയ വെക്ടർ എന്ന് പറയുന്നതും അതിന് പെർപെൻഡിക്കുലർ അല്ലേ. സോ ഇവിടുത്തെ തീറ്റ തമ്മിൽ എന്തായിരിക്കും? 0 അല്ലേ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും അല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് ഓൾറെഡി ഉള്ളിലേക്കാണ്. ആൻഡ് ഇതിൻ്റെ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ഇതിന് പെർപെൻഡിക്കുലർ അല്ലേ. അപ്പോൾ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്, അതേപോലെ തന്നെ ഏരിയയും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അവരുടെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ 0 ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്ത് കിട്ടും? B × A എന്നാണ് കിട്ടുക അല്ലേ. B × A എന്നാണ് കിട്ടുക. ഇനി ഇവിടെ
ആലോചിച്ച് നോക്കുക, ഇവിടുത്തെ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ചിന്തിച്ചു നോക്കാം. ഓക്കെ, ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും ഉണ്ടാവുക? ദാ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരമാണ് അല്ലേ? ഇതിന് ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ദിസ് ഇസ് എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഏരിയ എന്ന് പറയുമ്പോൾ എന്താ വരിക? ബി ഇൻറ്റു എൽ ഇൻറ്റു എക്സ് എന്ന് വരും അല്ലേ? ബി ഇൻറ്റു എൽ ഇൻറ്റു എക്സ്. റെഡി? ദാറ്റ് ഈസ് 5 ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എൽ ഇൻറ്റു എക്സ്. ഇവിടെ ഞാൻ എക്സ് എന്ന് കൊടുക്കാനുള്ള കാരണം എന്താ മക്കളെ? കാരണം ഇത് മൂവ് ചെയ്യുന്നത് വ്യത്യാസം വരുന്നുണ്ട് അല്ലേ, ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെ എന്ത് ചെയ്യാത്തത്, മാറ്റാത്തത്. ഇനി നമുക്കിവിടെ വേണ്ടത് എന്താ? ഇവിടെ എത്ര ഇ എം എഫ് ഉണ്ടായി? ഇ എം എഫിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഇ എം എഫിൻ്റെ ഇക്വേഷൻ? ദാറ്റ് ഈസ് d∅/dt അല്ലേ? d∅/dt ആണ്. സെറ്റാണോ? d∅/dt. അപ്പം ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും? d/dt ഓഫ് എന്ത് വരും? BL(x). ഇവിടെ ബിയും എല്ലും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഞാൻ ബിനെയും എല്ലിനെയും എന്തെടുത്തു? പുറത്തേക്ക് എടുത്തു. ആൻഡ് dx/dt എന്നാണ് വരിക. എന്താണ് മക്കളെ ഈ dx/dt അല്ലേ? dx എന്ന് വെച്ചാൽ അത് സഞ്ചരിച്ച ദൂരം ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ദാറ്റ് ഈസ് വെലോസിറ്റി അല്ലേ? അത് മൂവ് ചെയ്ത വെലോസിറ്റി ആണ്. സോ നമുക്കിവിടെ ഇ എം എഫിൻ്റെ ഇക്വേഷൻ കിട്ടി. ദാറ്റ് ഈസ് BLV എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഇവിടുത്തെ മോഷണൽ ഇ എം എഫിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ദാറ്റ് ഈസ് BLV. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമാണ്. കാരണം ഇവിടെ ആകെ ചേഞ്ച് ചെയ്യുന്നത് ബിയും എല്ലും ചേഞ്ച് ചെയ്യുന്നില്ല. ബാക്കി ചേഞ്ച് ചെയ്യുന്ന എന്ത് മാത്രമാണ്? ഈ എക്സ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. ദാറ്റ് ഈസ് dx/dt അല്ലേ? dt ടൈമിൽ ചേഞ്ച് ചെയ്ത dx എന്ന് പറയുന്നത് എന്താണ്? dx/dt ദാറ്റ് ഈസ് വെലോസിറ്റി. അത് എന്തിൻ്റെ വെലോസിറ്റി ആയിരിക്കും? ഇത് മൂവ് ചെയ്ത വെലോസിറ്റി ആയിരിക്കും. സോ നമുക്ക് എന്ത് കിട്ടി? BLV എന്നാണ് നമ്മളുടെ ആൻസർ കിട്ടിയത്. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് മോഷണൽ EMF എന്ന് പറയുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ മോഷണൽ EMFിൻ്റെ യൂണിറ്റ് എന്താണ് എന്ന് എൻ്റെ കുട്ടികൾ താഴെ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യാം. ആൻഡ് മാക്സിമം ഈ ഒരു ഡെറിവേഷൻ ടഫായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എന്ത് ചെയ്ത് കൊടുക്കുക മക്കളെ? ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.